السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله السميع العليم من الشيطان الرجيم. تعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ ചരിത്രമാണ് അല്പാൽപമായി നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അതിൻ്റെ 5ാമത്തെ ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിരവധി പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെല്ലാം പ്രവാചകത്വം ലഭിക്കുന്നതിന് മുന്നേ അവരുടെ ജനതയിൽ മാതൃകാപുരുഷന്മാരായി ജീവിച്ച മഹത്തുക്കൾ തന്നെയാണ്. പ്രവാചകത്തിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രബോധിത ജനതയിൽ പ്രബോധനം നടത്തുവാനുള്ള യോഗ്യരായ സൽഗുണങ്ങളെല്ലാം സമ്മേളിച്ചിട്ടുള്ള മനുഷ്യരായി അവരെ പ്രത്യേകമായി സംരക്ഷിച്ച് വളർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതം അതിൽ നിന്ന് വ്യത്യസ്തമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് ഇതര പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഒന്നുകൂടെ സവിശേഷതയുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനാകുന്നതിന് മുമ്പേ പൂർവകാല സമൂഹത്തിനെല്ലാം ഇങ്ങനെ ഒരു ദൂതൻ വരാനുണ്ട് എന്ന അറിവ് അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തന്നെ പ്രവാചകത്വത്തിന്റെ മുദ്ര ഉണ്ടായിരുന്നുവെന്നും അത് അടക്കം പൂർവകാല സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വേദഗ്രന്ഥങ്ങളിലൂടെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സയ്യിദുദ് ദുആത്ത് അഥവാ പ്രബോധകന്മാരുടെ നേതാവ്. അതുകൊണ്ട് എല്ലാ പ്രബോധകന്മാരും അവരുടെ പ്രബോധന മേഖലയിലും മാതൃകയാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. ജനങ്ങളെക്കുറിച്ചുള്ള അറിവും പരിജ്ഞാനവും താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അവബോധവും തന്റെ ജനതയിൽ മൂടുറച്ചു പോയിട്ടുള്ള അന്ധവിശ്വാസങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവും ഇതെല്ലാം ഒരു പ്രബോധകനിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജനങ്ങളെക്കുറിച്ചും പരിസരങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ
മനസ്സിലാക്കുവാൻ ഉതകുന്ന പല കാര്യങ്ങളും ചെയ്യുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് അഥവാ അബ്ദു മനാഫ്. അബൂ ത്വാലിബിന്റെ പേര് അബ്ദു മനാഫ് എന്നാണ്. പിതൃവ്യനായ അബൂ ത്വാലിബിന്റെയും ഖുറൈശി പ്രമുഖരുടെയും കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലേക്ക് കച്ചവടാവശ്യാർത്ഥം യാത്ര ചെയ്തത്. അങ്ങനെ ഒരു തൗഫീഖ് അല്ലാഹു തആല നബിക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ യാത്ര പോകുന്നത്? യാത്ര എന്ന് പറയുന്നത് അത് കേവലം പ്രകൃതി സൗന്ദര്യങ്ങൾ കണ്ടാസ്വദിക്കുക എന്നത് മാത്രമല്ല, യാത്ര പോകണമെന്നാണ്. യാത്ര പോകാത്തവന് അവന്റെ അറിവുകൾക്കൊക്കെ കുറെ പരിധി ഉണ്ടാവും. അതുകൊണ്ട് മഹാരഥന്മാരായ ശാഫിഈ റഹിമഹുല്ലാഹയെ പോലെയുള്ള പണ്ഡിതന്മാർ നിങ്ങൾ യാത്ര പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൂർ പോകുക എന്നുള്ള അർത്ഥത്തിലല്ല. യാത്ര, പഠന വിനോദ യാത്രകൾ, അല്ല വിജ്ഞാന യാത്രകൾ, വിജ്ഞാനം ആർജിക്കുവാൻ വേണ്ടിയുള്ള യാത്രകൾ. ആ യാത്ര പോകുന്നതിലൂടെ ആ രാജ്യത്തുള്ള ആളുകളുടെ സംസ്കാരം അറിയാം, ജനങ്ങളുമായി ഇടപഴകേണ്ടത് എങ്ങനെയെന്നറിയാം. പ്രത്യേകിച്ച് കച്ചവടവുമായി ബന്ധപ്പെട്ട ഒരു യാത്രയാണെങ്കിൽ എന്തായാലും ജനങ്ങളോട് ഇടപഴകേണ്ടി വരുമല്ലോ. അപ്പൊ അതിലൂടെയൊക്കെ ജനങ്ങളോട് ഇടപഴകുന്നതിനെ കുറിച്ച് ഒരു പരിജ്ഞാനം ആർജിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകണം എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഖദറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പോകുന്നതാകട്ടെ അക്കാലത്ത് മക്കൾക്ക് പുറത്തേക്ക് യാത്ര ചെയ്ത് നല്ല പരിചയമുള്ള ആളുകളുടെ കൂടെയുമാണ്. ഒന്ന് അബൂ ത്വാലിബാണ്, തന്നെ ഏറെ സ്നേഹിക്കുന്ന അബൂ ത്വാലിബ്. പിന്നെ നബിയുടെ കൂടെയുള്ളത് ഖുറൈശികളിലെ പ്രമുഖരായ ആളുകളുമാണ്. അപ്പോൾ പ്രമുഖരായ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തോടൊപ്പമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലേക്ക് പോകുന്നത്. അതിൽ കുറെ കാര്യങ്ങൾ റസൂലുള്ളാഹി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന ആ യാത്രയിൽ അവർ ഷാമിൽ എത്തി അവരുടെ ചരക്കുകളൊക്കെ അങ്ങനെ അവരുടെ വാഹന മൃഗത്തിൽ നിന്ന് താഴോട്ട് ഇറക്കി വെക്കുകയാണ്. കച്ചവട വസ്തുക്കളൊക്കെ ഇറക്കി വെക്കുന്ന, ചുമടുകളൊക്കെ ഇറക്കി വെക്കുന്ന സമയത്ത് അവരുടെ ആ സംഘത്തിന്റെ അടുത്തേക്ക് ഒരു പുരോഹിതൻ കടന്നു വരുന്നു. ഒരു ക്രൈസ്തവ പുരോഹിതൻ കടന്നു വരുന്നു. എന്നിട്ട് അദ്ദേഹം ആ സംഘത്തിന്റെ, ഖുറൈശി സംഘത്തിന്റെ ഇടയിലൂടെ അങ്ങനെ കടന്നു വന്നിട്ട് നബിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായി വഹി ലഭിച്ച ഒരു പ്രവാചകൻ പറഞ്ഞു കൊടുക്കാതെ അവർക്ക് കിട്ടില്ല. മുൻകാല പ്രവാചകന്മാരുടെ സംസാരത്തിലൂടെ അല്ലാതെ മനസ്സിലാക്കാൻ കഴിയാത്ത 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഹാദാ സയ്യിദുൽ ആലമീൻ, ഇദ്ദേഹം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ വ്യക്തി, ഇദ്ദേഹം ലോകരുടെ നേതാവാണ്, സയ്യിദുൽ ആലമീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. നമ്മൾ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടതും. നമ്മൾ നബിയെ സയ്യിദ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത് സ്വലാത്തിൽ മാത്രമാണ്. നമസ്കാരത്തിലെ സ്വലാത്തിലാണ് അലാ സയ്യിദിന മുഹമ്മദ് ഇല്ലാത്തതുള്ളൂ. അല്ലാതെ നബി സയ്യിദാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. അന സയ്യിദു വുൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്ന് ഇതാണ്. രണ്ടാമതായി ഈ പുരോഹിതൻ പറയുന്നത് ഹാദാ റസൂലു റബ്ബിൽ ആലമീൻ, ഇത് റബ്ബുൽ ആലമീന്റെ ദൂതനാണ്. റബ്ബുൽ ആലമീനായ അല്ലാഹു തആല നിയോഗിക്കുന്ന ദൂതനാണ് ഇദ്ദേഹം.
എന്നും ആ പുരോഹിതൻ പറയുന്നു. മൂന്നാമതായി അദ്ദേഹം പറയുന്നത് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി വരുന്ന ആളാണ് എന്നാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആശയങ്ങളാണ്. അപ്പൊ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ കഴിഞ്ഞത്? ഇദ്ദേഹത്തിന് ഇതൊക്കെ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം പൂർവ്വവേദ ഗ്രന്ഥങ്ങൾ പഠിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പഠനത്തിലൂടെ മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ ഒരു പ്രത്യേകതയായി പറഞ്ഞിട്ടുള്ളത്, ഈ പുരോഹിതൻ താമസിക്കുന്ന പ്രദേശത്തിലൂടെ ഒരുപാട് തവണ ഖുറൈശികളുടെ കച്ചവട സംഘം യാത്ര പോയിട്ടുണ്ട്. അങ്ങനെ യാത്ര പോയ ഒരു സന്ദർഭത്തിലും ഈ പുരോഹിതൻ, ഈ വേദപണ്ഡിതൻ ഈ ഖുറൈശി സംഘങ്ങളുടെ അടുത്തേക്ക് വരികയോ അവരെ പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെട്ട ഒരു സംഘം പോയപ്പോൾ മാത്രമാണ് വന്നത്. അപ്പൊ അദ്ദേഹത്തിന് ദൂരെ നിന്ന് തന്നെ നബിയെ കണ്ടപ്പോൾ ഇദ്ദേഹം പ്രവാചകനാണെന്ന് മനസ്സിലായി. അത് അദ്ദേഹം ഉറപ്പുവരുത്തുക കൂടി ചെയ്തു. എങ്ങനെ ഉറപ്പുവരുത്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ കൈയിന്റെ ഈ ഭാഗത്തിന്റെ താഴ്ഭാഗത്ത്, കൈയിന്റെ ഈ താഴ്ഭാഗത്ത് ഒരു പ്രവാചക മുദ്രയുണ്ട്. അതൊരു ആപ്പിളിന്റെ രൂപത്തിലുള്ളതാണ് എന്നാണ് അതിനെ ഒരു ആപ്പിളിനോടാണ് അതിനെ ഉപമിക്കാറുള്ളത്. ഇദ്ദേഹം നോക്കി കണ്ടെത്തി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുവരുത്താൻ കഴിയും. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് കൃത്യമായി മുൻ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിന് പുറമെ അവിടെ ഏതാനും ചില അത്ഭുതങ്ങളും അവർ കണ്ടു. അഥവാ ഇദ്ദേഹം ഈ ഖുറൈശി സംഘത്തിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി. ഈ പുരോഹിതൻ ഭക്ഷണം തയ്യാറാക്കിയിട്ട് ഖുറൈശി പ്രമുഖരെയൊക്കെ ഈ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം ക്ഷണിച്ചു. ഖുറൈശികളൊക്കെ വന്നപ്പോ ഈ ഭക്ഷണവുമായിട്ട് അദ്ദേഹം അങ്ങോട്ട് പോവാൻ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഭക്ഷണവുമായി ഖുറൈശി സംഘങ്ങളുടെ അടുത്തേക്ക് പോയി. അദ്ദേഹം ഭക്ഷണവുമായി വന്നപ്പോ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഘത്തിൽ അവിടെ ഇല്ല. നബി അപ്പോൾ അവരുടെ വാഹന മൃഗങ്ങളെ ഒക്കെ പരിചരിക്കുന്നതിൽ വ്യാപൃതനായിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു. അദ്ദേഹം വന്നു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ ആ സദസ്സിലേക്ക് വരുമ്പോ തുറന്ന സ്ഥലത്താണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അവിടെ മരത്തണലുകളൊക്കെ ആളുകൾ കൈപ്പറ്റിയിട്ടുണ്ട്. എല്ലാവരും ഓരോ മരത്തിന്റെ തണലിൽ പോയിരിക്കുന്നു. അപ്പൊ പിന്നെ നബിക്ക് ഇരിക്കാൻ തണലൊന്നുമില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മരത്തിന്റെ തണൽ ഒരു മരം നബിയുടെ അടുത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു വന്നു എന്നാണ്. മരം തണലിട്ട് കൊടുത്തു എന്ന്. അപ്പൊ അത് അദ്ദേഹം കണ്ടു. ഇത് കണ്ടതിലൂടെ തന്നെ അദ്ദേഹത്തിന് ഇദ്ദേഹം പ്രവാചകൻ തന്നെയാണ്. ഇവിടെ ഒരു തെളിവ് കണ്ടു, ഇങ്ങനെ ഒരു അത്ഭുത ദൃഷ്ടാന്തം കണ്ടു. വേദഗ്രന്ഥത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വിശേഷണങ്ങളെല്ലാം അദ്ദേഹത്തിൽ സമ്മേളിച്ചതായി മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, നബിയാണ് എന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം വളരെ ഗുണകാംക്ഷിയാണ്. ഇദ്ദേഹം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിന്റെ വലിയ ആരാണ് എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, ഇപ്പൊ കുട്ടിയാണല്ലോ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോ അത് അബൂ താലിബിനെ അവർ കാണിച്ചു കൊടുത്തു. ഇദ്ദേഹമാണ്. അബൂ താലിബിനെ വിളിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തെ റോമിലേക്ക് നിങ്ങൾ ഒരിക്കലും കൊണ്ടുപോകരുത്. റോം എന്ന് പറയുന്നത് അന്നും ക്രൈസ്തവരുടെ അധീനതയിലുള്ള സ്ഥലമാണ്. അപ്പൊ റോമുകാരെ ഇദ്ദേഹത്തെ കണ്ടാൽ അവരുടെ വേദഗ്രന്ഥത്തിൽ പരാമർശിച്ച റസൂലാണ് എന്നവർക്ക് ബോധ്യപ്പെടും. അവർക്ക് ഇദ്ദേഹത്തോട് അങ്ങേറ്റത്തെ അസൂയയുണ്ട്. ഇദ്ദേഹത്തെ അവർ കൊല്ലാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് റോമുകാരുടെ ശ്രദ്ധയിൽപ്പെടാതെ അദ്ദേഹത്തിനെ നിങ്ങൾ പ്രത്യേകമായി സംരക്ഷിക്കണം
എന്ന് ഈ പുരോഹിതൻ അബൂ താലിബിനോട് പ്രത്യേകമായി പറഞ്ഞു. ഈ റോമകാരെന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിക്കുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നിന്നും ചരിത്രകാരന്മാരുടെ വിവരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവസാന കാലത്തൊരു പ്രവാചകൻ വരാനുണ്ടെന്നും ആ പ്രവാചകൻ വന്നാൽ സകലമാന അനീതികൾക്കും അധർമ്മങ്ങൾക്കുമെതിരെ ശബ്ദിക്കുമെന്നും നമ്മൾ അധീനപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ അധിനിവേശ പ്രദേശങ്ങൾ മുഴുവനും അയാൾ കീഴ്പ്പെടുത്തുകയും നമ്മുടെ ഭൗതികമായ അധികാരാവകാശങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യും. ഭൗതികമായി നമുക്ക് പല നഷ്ടങ്ങളും ഉണ്ടാവും. അപ്പൊ അതിന് കാരണക്കാരനാകുന്നത് ഈ പ്രവാചകനാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ വെച്ചേക്കാൻ പാടില്ല എന്നതാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കെണിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് അബൂ താലിബിനെ വിളിച്ചുകൊണ്ട് പറയുകയും അദ്ദേഹത്തെ നിങ്ങൾ സുരക്ഷിതമായി മക്കയിലേക്ക് തന്നെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അബൂ താലിബ് ഒരു സുരക്ഷിതരായ സംഘത്തിൽ അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളിൽ ഒന്ന്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് നടന്നിട്ടുള്ള അതിപ്രധാനമായ മറ്റൊരു സംഭവമാണ് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് അവിടുത്തെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് യാത്ര, രണ്ടാമത്തേത് ഹിൽഫുൽ ഫുദൂൽ. ഹിൽഫുൽ ഫുദൂൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് വിശിഷ്ടരായ ആളുകളൊക്കെ സമ്മേളിച്ചിട്ടുള്ള ഒരു പ്രതിജ്ഞ എന്നൊക്കെയാണ് അത് ആ വാക്കിന്റെ ആശയം. അതിന്റെ പശ്ചാത്തലം, അതിന്റെ സംഭവത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. സുബൈദ് എന്ന് പറയുന്നത് യമനിലെ ഒരു സ്ഥലമാണ്. സുബൈദ് അവിടെയുള്ള ഒരു വ്യാപാരി, അദ്ദേഹത്തിന്റെ പേരൊന്നും ചരിത്രത്തിൽ കാണുന്നില്ല. സുബൈദുകാരനായ അഥവാ യമനിലെ പ്രദേശമായ സുബൈദിലെ ഒരു വ്യാപാരി മക്കയിൽ ഒരുപാട് കച്ചവട ചരക്കുകളുമായി വന്നു. അദ്ദേഹം യമനിൽ നിന്ന് കൊണ്ടുവന്ന ചരക്കുകളൊക്കെ മക്കയിൽ വെച്ച് വിൽപ്പന നടത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോ അൽ ആസ് ബിൻ വാഇൽ എന്ന് പറയുന്ന വ്യക്തി മക്കയിലെ ഒരു പ്രമുഖനാണ്. അയാള് ഈ കച്ചവടക്കാരിൽ നിന്ന്, യമനിയായ കച്ചവടക്കാരിൽ നിന്ന് എല്ലാ സാധനങ്ങളോട് വാങ്ങി, മുഴുവൻ സാധനങ്ങളോട് വാങ്ങിയിട്ട് ഇയാൾ കാശ് കൊടുക്കണില്ല. സാധനങ്ങളൊക്കെ വാങ്ങി കാശ് കൊടുക്കുന്നില്ല. ഇങ്ങനെ ഒരു ദുൽമ ചെയ്യുന്ന വലിയൊരു വാലിമായിരുന്നു ഇയാൾ. ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടും കാശ് കൊടുക്കണില്ല. അങ്ങനെ ഈ സാധു ഖുറൈശി പ്രമുഖരോടൊക്കെ ചെന്ന് ആവലാതിപ്പെട്ടു. ഞാനൊരു വിദേശിയാണ്, കച്ചവടക്കാരനാണ്, എന്റെ കച്ചവട വസ്തുക്കളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലെ അൽ ആസ് ബിൻ വാഇൽ എന്ന് പറയുന്ന വ്യക്തി വാങ്ങിയിട്ടുണ്ട്, കാശ് അയാൾ തരുന്നില്ല, എന്റെ കാശ് നിങ്ങൾ വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഖുറൈശികൾ എന്ത് ചെയ്തു? ഖുറൈശികള് ഇയാള് അവരുടെ കൂട്ടത്തിൽ ഒരു പ്രമുഖനായതുകൊണ്ട് അയാളുടെ അടുത്ത് പോയിട്ട് കാശ് വാങ്ങിക്കൊടുക്കാനും തയ്യാറായില്ല. അയാളുടെ ഭാഗത്തു നിന്നും ആളുകൾ, അത് വർഗീയതയാണ്. ഈ സാധുവിന്റെ അവകാശം വാങ്ങിക്കൊടുക്കാൻ തയ്യാറാകാതെ വാങ്ങിയാള് നമ്മുടെ ആളായത് കൊണ്ട് അവൻ എന്ത് ചെയ്താലും ശരി അവന്റെ പക്ഷത്ത് നിൽക്കുക. ജാഹിലിയ കാലത്തുണ്ടായിരുന്നൊരു അവരുടെ ഒരു ഷിആറാണ് ഉൻസുർ വാലിമൻ ഉൻസുർ അഖാക വാലിമൻ ഔ മദ്ലൂമ. നിന്റെ സഹോദരൻ മർദ്ദിതനാണെങ്കിലും മർദ്ദകനാണെങ്കിലും നീ അവനെ സഹായിക്കണം. നിന്റെ സഹോദരന് ദുൽമ ചെയ്യുന്ന ആളാണെങ്കിലും ദുൽമിന് വിധേയനായ ആളാണെങ്കിലും അവിടെ ഹക്കും ബാത്തിലോ നോക്കണ്ട, നീ നിന്റെ സഹോദരന്റെ കൂടെ നിൽക്കണം
എന്ന് ജാഹിലിയ കാലത്ത് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. നബി അത് തിരുത്തിയിട്ടുണ്ട്. നബി ഇതേ വാചകങ്ങൾ വെച്ചാൽ തിരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. അപ്പൊ ആസിബിന് വായിലിന്റെ അടുത്ത് ചെന്നിട്ട് ഇയാൾ ധനൊന്നും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അവസാനം ഈ സാധു കഅബയുടെ അടുത്ത് പോയിട്ട് ഉറക്കെ ഒരു പാട്ട് പാടി. ആ പാട്ടിന്റെ ആശയം, ഞാനൊരു വിദേശിയാണ്, ഞാനൊരു മദ്ലൂമാണ്, എന്റെ ചരക്കുകളൊക്കെ ഇവിടെയുള്ള ഒരാള് കൈപ്പറ്റിയിട്ടുണ്ട്, എന്റെ അവകാശങ്ങൾ, അതിന്റെ വില അയാൾ തരാതെ എന്നെ പ്രയാസപ്പെടുത്തുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന അർത്ഥത്തിൽ അയാൾ കവിത ചൊല്ലിയപ്പോൾ സുബൈർ ബിൻ അബ്ദുൽ മുത്തലിബ്, നബിയുടെ പിതൃവ്യനാണ്, നബിയുടെ അളാപ്പേറ്റു വരും, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം യുവാക്കൾ ഈ സാധുവിന്റെ അവകാശം വായിലിൽ നിന്ന് നേടിക്കൊടുക്കാനായി ഒരു സംഘം യുവാക്കൾ പിന്നെ ഒരുമിച്ച് കൂടി. അവര് അബ്ദുല്ലാഹ് ബിൻ ജുദ്ആൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ സംഗമിച്ചു. അബ്ദുല്ലാഹ് ബിൻ ജുദ്ആൻ എന്ന് പറയുന്നത് അക്കാലത്തെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അയാളുടെ വീട്ടിൽ സംഗമിച്ചു. അദ്ദേഹം നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവിടെ വെച്ച് അവർ തീരുമാനം എടുക്കുകയാണ്. നമ്മുടെ നാട്ടില് ഏതൊരു മദ്ലൂമും അക്രമത്തിന് വിധേയനാകുന്ന, അനീതിക്ക് വിധേയനാകുന്ന ഏതൊരാളുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് അയാളുടെ അവകാശങ്ങളും അയാൾക്ക് അർഹതപ്പെട്ടതും വാങ്ങിക്കൊടുക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്നവര് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ അവര് ഈ ആസിബിന് വായിലിന്റെ അടുത്ത് ചെന്നിട്ട് അയാളുടെ പക്കൽ നിന്ന് ഫലമായി ഈ സുബൈദിയുടെ ചരക്കുകൾ പിടിച്ചു വാങ്ങിയിട്ട് ഈ സാധുവിന് കൊടുത്തു. അങ്ങനെ അനീതിക്കെതിരെ അവർ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. ആ പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉണ്ടായിരുന്നു. ഈ ആസിന്റെ ഒരു സ്വഭാവമായി പിന്നെ ചരിത്രത്തിലും ഹദീസിലൊക്കെ നമുക്ക് വേറെ കാണുന്നൊരു സംഭവം, ഹബ്ബാബ് ബിൻ അറത്ത് എന്ന് പറയുന്ന ഒരു സ്വഹാബി, അദ്ദേഹം ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന, അത് ഭംഗിയായി നിർമ്മിച്ചു കൊടുക്കുന്ന ആളായിരുന്നു ഹബ്ബാബ് ബിൻ അറത്ത് എന്ന് പറയുന്ന സ്വഹാബി. അപ്പൊ ഒരിക്കൽ ഈ വായിൽ വാപ്പന്റെ ആശ്രീ എന്ന് പറയുന്ന ഇയാള് ഹബ്ബാബ് റളിയല്ലാഹുവിനോട് നല്ല ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇയാൾ കാശ് കൊടുക്കണില്ല. ഇത് ഇയാളെ സ്ഥിരം പരിപാടിയാണ്. അപ്പോ പല തവണ ഹബ്ബാബ് റളിയല്ലാഹു തആല ആവശ്യപ്പെട്ടു. അപ്പൊ ഇയാളൊരു കണ്ടീഷൻ വെച്ചു, എന്റെ കാശൊക്കെ തരാം, ഞാൻ നിന്റെ അടുക്കൽ വാങ്ങിയ ആയുധങ്ങൾക്ക് ശരിക്കും അതിന്റെ വില ഞാൻ തരാം, പക്ഷെ ഒരു നിബന്ധന ഉണ്ട്, നീ നമ്മുടെ പഴയ മതത്തിലേക്ക് എന്നെ തിരിച്ചു വരണം, ഈ കുഫറിലേക്ക് തന്നെ തിരിച്ചു വരണം. അങ്ങനെ ശിർക്കിലേക്കും കുഫറിലേക്കും നീ മടങ്ങി വരികയാണെങ്കിൽ നിന്റെ കാശൊക്കെ തരാന്ന് പറഞ്ഞു. അപ്പൊ ഹബ്ബാബ് റളിയല്ലാഹു തആല പറഞ്ഞു, അതൊരിക്കലും ഉണ്ടാവില്ല, ഞാൻ കുഫറിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല, മരണം വരെ അതുണ്ടാവില്ല. ഇനി നമ്മൾ രണ്ടുപേരും മരിച്ച് അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്, അവിടെ വെച്ച് നമുക്ക് കാണാം, അവിടെ ബാധ്യതകളൊക്കെ വീട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു, ആ മരണശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ ഞാനും അവിടെ ജീവനോട് വരുമല്ലോ. ഇയാൾ പറയാം, ഞാനും അവിടെ ജീവനോട് വരും, എനിക്ക് അവിടെയും സന്താനങ്ങളും സമ്പത്തൊക്കെ ഉണ്ടാവും, അവിടുന്ന് ഞാൻ തരേണ്ടതാണ്. പരിഹാസമാണ്, അവിടുന്ന് ഇടപാട് വീട്ടാന്ന് പറഞ്ഞു. ഇയാളുടെ വിഷയത്തിലാണ് സൂറത്ത് മറിയമിലെ 77 മുതൽ 80 വരെയുള്ള വചനങ്ങൾ അവതരിച്ചിട്ടുള്ളത്. ഈ ആസിം ഇബ്നു വായിൽ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഹബ്ബാബ് റളിയല്ലാഹുവിനോട് ചെയ്ത ഈ അനീതിയെ പരാമർശിച്ചുകൊണ്ടാണ് സൂറത്ത് മറിയമിന്റെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകൾ അവതരിച്ചിട്ടുള്ളത് എന്നാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവരെ നീ കണ്ടുവോ? എനിക്ക് അവിടെയും ധനവും സന്താനങ്ങളും നൽകപ്പെടും എന്ന് പറഞ്ഞിട്ട്
അവനെന്താ ഗൈബ് അറിയുമോ? അതല്ല അള്ളാഹുവിന്റെ പക്കൽ അവൻ വല്ല കരാറും സ്വീകരിച്ചിട്ടുണ്ടോ? അവൻ പറയുന്നത് മുഴുവനും നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന താക്കീദിന്റെ സ്വരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിഷയത്തിൽ ആയത്ത് അവതരിപ്പിച്ചു എന്നാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സുബൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സംഘത്തിൽ ചേർന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്ത് പറഞ്ഞിട്ടുള്ളത്, ഷഹിദ്തു ഹിൽഫൽ മുതയ്യിബീൻ മഅ ഉമൂമതി വഅന ഗുലാം. ഞാനൊരു കുട്ടിയായിരിക്കെ, ചെറുപ്പക്കാരനാണ് റസൂലുള്ളാഹ്, ചെറിയ കുട്ടിയായിരിക്കെ എന്റെ പിതൃവ്യന്മാരോടൊപ്പം ഞാൻ ഹിൽഫുൽ ഫുദൂലിൽ, ആ വിശിഷ്ടർ പങ്കെടുത്ത ആ സന്ധിയിൽ ഞാനും സന്നിഹിതനായിട്ടുണ്ട്. നബി അതിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറയുന്ന അടുത്ത വാചകം, ആ കാര്യത്തിന് എതിരെ പ്രവർത്തിച്ചാൽ എനിക്ക് ചുവന്ന ഒട്ടകങ്ങൾ തരാം. ഇതിനെതിരെ അഥവാ ഈ അനീതിക്കെതിരെ കൂട്ടുനിൽക്കാതെ ഞാൻ മാറി നിന്നാൽ, ഞാനതിൽ പങ്കെടുക്കാതെ മാറി നിന്നാൽ അതിന് പകരമായി എനിക്ക് ചുവന്ന ഒട്ടകങ്ങൾ ഒരാൾ നൽകാമെന്ന് പറഞ്ഞാലും അതെനിക്ക് സമ്മതമല്ല. എനിക്ക് ചുവന്ന ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം ഇതുപോലെയുള്ള അനീതിക്കെതിരെ ശബ്ദിക്കുന്ന ഒരാളായി ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ജാഹിലിയ കാലത്ത് നടന്ന സംഭവം, നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പൊ ഇനി റസൂലുള്ളാഹിനെ കുറിച്ച് വീണ്ടും പറഞ്ഞത്, ഇനി ഇസ്ലാമിൽ വഹിയൊക്കെ കിട്ടി നബിയായി, ഈ നബി ആയതിനു ശേഷവും ഇതുപോലെയുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണം ഞാൻ സ്വീകരിക്കും എന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് പലതും പഠിക്കാണ്ട്. ഇതിൽ നിന്റെ പല പാഠങ്ങളിൽ ഒന്ന്, ഇവിടെ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരുമായിട്ടാണ് സഹകരിക്കുന്നത്? ജാഹിലിയത്തിലുള്ള ആളുകളുമായിട്ടാണ് സഹകരിക്കുന്നത്. അപ്പൊ അതിനർത്ഥം അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന, അധാർമിക പ്രവണതകൾക്കെതിരെ ശബ്ദിക്കുന്ന കൂട്ടായ്മയിൽ ഒരു മുസ്ലിമിന് അംഗമാകാമെന്നാണ്. നമ്മുടെ പല രാഷ്ട്രീയ ചിന്താഗതികളും പല രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ അത് പാടുണ്ടോ ഇല്ലേ? ഒരു മുസ്ലിമിന് അത് പറ്റൂല്ലേ? ഈ അമുസ്ലിങ്ങളുടെ കൂടെ അവിടെ കൂടെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അമുസ്ലിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ മുസ്ലിങ്ങൾക്ക് ചേരാൻ പറ്റൂല്ലേ എന്ന് ചോദിച്ചാൽ, അത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, അധാർമികതയ്ക്കെതിരെ ശബ്ദിക്കുന്ന ഒരു കൂട്ടായ്മയാണ് എങ്കിൽ ആ വിഷയത്തിൽ അവരുമായി സഹകരിക്കുന്നതിന് ദീൻ എതിരല്ല എന്നാണ് ഈ സംഭവത്തിന്റെ ഒന്നാമത്തെ പാഠം. അതിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ പാഠം മാത്രമല്ല, ഇക്കാലത്ത് ഏറെ ആവശ്യമുള്ളതുമാണ്. അപ്പൊ അത് ആവശ്യമുള്ള സംഗതിയാണ്. മുമ്പൊക്കെ നമ്മുടെ പഴയകാല പണ്ഡിതന്മാരൊക്കെ അങ്ങനെ രാഷ്ട്രീയ ബോധമുള്ളവരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആളുകളുമൊക്കെയാണ്. പിൽക്കാലത്ത് അതിൽ നിന്നൊക്കെ ആളുകൾ പിറകോട്ട് പോകാൻ തുടങ്ങി. അതൊരു നല്ല സൂചനയല്ലേ യഥാർത്ഥത്തിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക തന്നെയാണ് ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിലുണ്ടായിരുന്ന ആളുകളോട് പോലും അവർ അനീതിക്കെതിരെ സംഘടിച്ചപ്പോൾ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കാളിയായി. മാത്രമല്ല, മുസ്ലിങ്ങൾ ഇനി എനിക്ക് വഹി കിട്ടി ഞാൻ റസൂലായിട്ടും അത്തരമൊരു സംഘത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അതിൽ ഞാൻ പങ്കുചേരുമെന്നും ചുവന്ന ഒട്ടകങ്ങളെ എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്കത് ഏറെ ഇഷ്ടമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ വോട്ട് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെയാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. മാറി നിൽക്കണം, വോട്ട് ചെയ്യാൻ പറ്റുമോ, അമുസ്ലിങ്ങളുമായി കൂടെ ഇരിക്കാൻ പറ്റുമോ എന്നിങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള ചരിത്രങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. നബിയാണല്ലോ നമ്മുടെ മാതൃകാ പുരുഷൻ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന്റെ 20 വർഷം മുമ്പ് നടന്ന സംഭവമാണിത്.
അതിപ്പോ നമുക്ക് പറയാം നുബുവത്ത് കിട്ടുന്നതിന് മുമ്പല്ലേ, അതിന് ശേഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ശേഷമുണ്ട്. യേശു നബി പറഞ്ഞല്ലോ, ഇസ്ലാമിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാലും ഞാനത് സ്വീകരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ അടിസ്ഥാനം തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ ബിറിന്റെയും അഥവാ പുണ്യം, തഖ്വ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്നും തിന്മയുടെയും ശത്രുതയുടെയും കാര്യത്തിൽ നിങ്ങൾ ഒട്ടും സഹായിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആയത്താണ് അതിന്റെ ഉപോത്ബലകമായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന മറ്റൊരു തെളിവ്. ബിർ എന്ന് പറഞ്ഞാൽ അത് വ്യാപകാർത്ഥാണ്. പുണ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ സഹായിക്കണം, അതേപോലെ തഖ്വയുടെ കാര്യത്തിൽ നിങ്ങൾ അതിൽ നിങ്ങൾ സഹകരിച്ചു പോകണം. തിന്മക്കെതിരെ നിങ്ങൾ, അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെ നിങ്ങൾ സംഘടിക്കണം. തിന്മയുടെ വിഷയത്തിൽ ഒരിക്കലും, തിന്മാ ശത്രുത ഈ വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾ സഹകരിക്കാനും പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ് അതിന്റെ തെളിവ്. ഇനി മറ്റൊന്ന്, ദീനിന്റെ മറ്റൊരു പ്രത്യേകത, ഈ ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്നൊരു പാഠം, എത്ര മോശപ്പെട്ട ആളുകളാണെങ്കിലും അവരിൽ വല്ല നന്മയുമുണ്ടെങ്കിൽ ആ നന്മ കാണാൻ കഴിയണം എന്നതാണ്. ഇവിടെ കണ്ടോ, ജാഹിലിയ്യ കാലത്തുള്ള ആളുകളിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. വിശ്വാസപരമായും സാംസ്കാരികമായും ഒക്കെ ഒരുപാട് ദോഷങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ അനീതിക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ അവരിൽ ഉണ്ടായപ്പോൾ നബി അവരുടെ പക്ഷത്ത് ചേർന്നു. അത് നല്ല കാര്യമാണ്, അതിനോട് സഹകരിക്കേണ്ടതാണ്. അതിപ്പോ നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ കുഫറും ശിർക്കൊക്കെ ചെയ്യുന്ന ആൾ, നബി ജാഹിലിയ്യ കാലത്ത് അതൊരിക്കലും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ കൊടിയ ശിർക്കൊക്കെ ചെയ്യുന്ന ആളുകളുടെ പക്ഷത്ത് ചേരാൻ നബിക്ക്, ഈ നന്മയിൽ സഹകരിക്കാൻ നബിക്ക് ഒട്ടും മടിയുണ്ടായിട്ടില്ല. ജാഹിലിയ്യ കാലത്തുള്ള ആളുകളാണെങ്കിലും അവരിൽ വല്ല നന്മകളും ഉണ്ടെങ്കിൽ ആ നന്മയെ കാണാൻ കഴിയണം എന്നാണ്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ജൂതന്മാരെ കുറിച്ച് ഖുർആൻ പറയുന്നിട്ടുണ്ട്. ജൂതന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ജൂതന്മാരിലെ താങ്കൾ ഒരു കൂമ്പാരം സ്വർണം അവർക്ക് നൽകിയാലും അതവർ കൃത്യമായി തിരിച്ചു തരും. അങ്ങനെ കൂട്ടരവരിലുണ്ട്. എന്നാൽ ഒരു ദീനാർ കൊടുത്താൽ അത് ഒരിക്കലും തിരിച്ചു തരാത്ത വഞ്ചകരുമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു കൂമ്പാരം സ്വർണം കൊടുത്താലും അത് മര്യാദക്ക് വീട്ടുന്ന ബാധ്യത വീട്ടുന്ന ആളുകൾ എന്നാണ് അവരുടെ ഗുണാണ്. അതവരുടെ സൽഗുണായിട്ടാ പറയുന്നത്. ആ സൽഗുണം ഖുർആൻ എടുത്തു പറഞ്ഞു. ഇങ്ങനെ കൊടിയ ശത്രുവാണെങ്കിലും അവനുള്ള നന്മയെയും കാണാൻ സാധിക്കണമെന്നുള്ള പാഠം ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്നു എന്നാണ്. അപ്പൊ ഇതാണ് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും സുപ്രധാനമായ പാഠം. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് നീങ്ങുകയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖദീജ റളിയല്ലാഹു അൻഹുമായി നടന്ന വിവാഹമാണ്. നമ്മൾ ഈ ഭാഗം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, ഇത് അധികം പറയാനൊന്നുമില്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെ അവരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കച്ചവട വസ്തുക്കളുമായി റസൂലുള്ളാഹി വീണ്ടും ഷാമിലേക്ക് സ്വന്തം നിലക്ക് പോയിട്ടുണ്ട്. സ്വന്തം നിലക്ക് സഹായിയായിട്ട് മൈസറ എന്ന് പറയുന്ന ഒരു അടിമ ഉണ്ടായിരുന്നു. അതോടൊപ്പം റസൂലുള്ളാഹി മുഖ്യ കാർമ്മികത്വം ആ കച്ചവട സംഘത്തിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് റസൂലുള്ളാഹിയാണ്. അത് സംഭവത്തിന്റെ ചുരുക്കം ഇങ്ങനെയാണ്. ഖദീജ ബിന്ത് ഖുവൈലിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഥമ ഭാര്യയാണ്, പത്നിയാണ് ഖദീജ ബിന്ത് ഖുവൈലിദ്. ഈ ഖദീജ ബിന്ത് ഖുവൈലിദ് എന്ന് പറയുന്നത് വിധവയായിരുന്നു. അന്ന് വിധവയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഇവരെ രണ്ടുപേര് വിവാഹം ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നബി വിവാഹം ചെയ്യുന്നതിന് മുമ്പ്
അതീഖ് ബിൻ ആയിദ് എന്ന് പറയുന്ന ഒരാൾ കല്യാണം കഴിച്ചു. അദ്ദേഹം മരണപ്പെട്ടു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ ആദ്യത്തെ ഭർത്താവാണ് അതീഖ്. അദ്ദേഹം വിവാഹം കഴിച്ച് അദ്ദേഹം മരിച്ചു. പിന്നെ രണ്ടാമത് ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്ത ആളാണ് അബൂഹാല എന്ന് പറയുന്ന ആള്. അബൂഹാല എന്ന് പറയുന്ന ഒരാളും ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. അദ്ദേഹവും മരിച്ചുപോയി. അപ്പൊ 2 തവണ വിവാഹം നടന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ 2 തവണ വിവാഹിതയായിട്ടുണ്ട്. ശത്രുക്കൾ പറയുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത് നബി ഖദീജയുടെ സമ്പത്ത് കണ്ടിട്ട് വിവാഹം ചെയ്തതാണ്. സമ്പത്ത് കണ്ടിട്ടാണ് വിവാഹം ചെയ്തത്. മുഹമ്മദ് ഒരു സ്ത്രീ ലബടനാണ്, ഒരു ലൈംഗിക രോഗിയാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നബി 2 തവണ വിവാഹം ചെയ്ത് വിധവയായ ഒരാളെയാണോ കല്യാണം കഴിക്കുക? ഒരിക്കലും ഉണ്ടാവില്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് പോയി വിവാഹാന്വേഷണം നടത്തിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങോട്ട് വിവാഹാന്വേഷണം നടത്തി വന്നതാണ്. ഖദീജ റളിയല്ലാഹു ഇങ്ങോട്ടാ വിവാഹാന്വേഷണം നടത്തിയത്. ആ വിവാഹാന്വേഷണത്തിന് ഖദീജ റളിയല്ലാഹു തആല അൻഹ ഏർപ്പാട് ചെയ്തത് നഫീസ എന്ന് പറയുന്ന ഒരു മഹദിയാണ്. നഫീസ എന്ന് പറയുന്ന ഒരു മഹദിയെ ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി എനിക്ക് വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെന്നുണ്ട്, അദ്ദേഹം അതിന് തയ്യാറാണോ എന്ന് പോയി അന്വേഷിക്കാൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഏർപ്പാട് ചെയ്തത് നഫീസ എന്ന് പറയുന്ന ഒരു മഹദിയാണ്. അപ്പൊ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് പോയിട്ടല്ല വിവാഹാന്വേഷണം നടത്തി. നബിയെ തനിക്ക് ഭർത്താവായി കിട്ടിയാൽ കൊള്ളാം എന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കണം. അതിന് കാരണമുണ്ട്. അതിന്റെ കാരണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അഥവാ ഖദീജ റളിയല്ലാഹു തആല അൻഹ വലിയ ഒരു കച്ചവടക്കാര്, ഒരു വർത്തക പ്രമാണിയായിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. അവരുടെ കച്ചവട രീതി എന്ന് പറയുന്നത്, അവര് നല്ല കച്ചവട സാമർഥ്യമുള്ള ആളുകളെ വിളിക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ തന്റെ വസ്തുക്കള്, ചരക്കുകൾ അവരെ ഏൽപ്പിച്ചിട്ട് ഷാമിലൊക്കെ കൊണ്ടുപോയി വിൽക്കാൻ പറയും. ഷാമിൽ പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിട്ട് മക്കയിലും വിൽക്കും. ഇവിടുന്ന് ആവശ്യമുള്ളത് അമ്മനക്ക് കൊണ്ടേ കൊടുക്കും. യമനിൽ നിന്ന് ആവശ്യമുള്ളത് ഇവിടെ മക്കയിലും കൊണ്ടുവന്ന് വിൽക്കും. അതിനൊരാളെ ഏർപ്പാട് ചെയ്യും. അങ്ങനെ അത് ഏറ്റെടുക്കുന്ന ആൾക്ക് ഒരു നല്ലൊരു വിഹിതം അവർ നൽകുകയും ചെയ്യും. ഫിഖ്ഹിൽ ഇതിന് മുലാറബ എന്നാണ് പറയുക. ഒരാളെ കയ്യിൽ കാശുണ്ട്, അയാള് മുതലിറക്കുന്നു, മറ്റൊരാള് ആ മുതൽ വെച്ചിട്ട് അധ്വാനിച്ച് കച്ചവടം ചെയ്യുന്നു. ഇത് മുലാറബയാണ്, ദീൻ അംഗീകരിച്ചിട്ടുള്ള കച്ചവടം. നമ്മൾ ഫിഖ് ക്ലാസ്സിലൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മുലാറബ നടത്തിയിരുന്നു ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഒരിക്കൽ ഖദീജ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെ കുറിച്ച് കേൾക്കുകയും നബിയുടെ അമാനത്തിനെ കുറിച്ച് അറിയുകയും ചെയ്തപ്പോൾ തന്റെ കച്ചവട സംഘവുമായി, കച്ചവട വസ്തുക്കളുമായി ഷാമിലേക്ക് പോകാൻ തയ്യാറുണ്ടോ, നല്ല ഒരു സംഖ്യ പ്രതിഫലമായി നൽകാം എന്ന് വാഗ്ദാനം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഏറ്റെടുക്കുകയും ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടിമയായ മൈസറത്ത് എന്ന് പറയുന്ന ആളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് കച്ചവട വസ്തുക്കളുമായി പോയി. അവിടെ ചെന്ന് കച്ചവടം ചെയ്ത് മുമ്പ് ലഭിച്ചതിനേക്കാൾ വലിയ ലാഭം ആ കച്ചവടത്തിലുണ്ടായി. നബി കച്ചവടത്തിൽ ഇറങ്ങി. ആ ലാഭം ഉണ്ടാകാൻ കാരണം നബിയുടെ അങ്ങേയറ്റത്തെ സത്യസന്ധതയാണ്. കച്ചവടത്തിലൊക്കെ കാണിച്ചിട്ടുള്ള അങ്ങേയറ്റത്തെ സത്യസന്ധതയും വിശ്വസ്തതയുമാണ് അതിന് ഏറ്റവും പ്രധാന കാരണം. അങ്ങനെ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ മൈസിറത്ത് ഖദീജ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കച്ചവടത്തിലെ സത്യസന്ധതയും, കച്ചവടത്തിൽ മാത്രമല്ല മൊത്തത്തിൽ യാത്രയാണല്ലോ. കാരണം അന്ന് മക്കയിൽ നിന്ന് ഷാമിലേക്കൊക്കെ പോയി വരണമെങ്കിൽ 1 മാസമൊക്കെ പിടിക്കും. 1 മാസം ഒന്നിച്ച് യാത്രകൾ ചെയ്യുമ്പോൾ
ആളെ കുറിച്ച് ശരിക്കറിയാം. ഒരാളെ അറിയാനുള്ള മാർഗം അയാളെ കൂടെ യാത്ര ചെയ്യാന്നുള്ളതാണ് ഒരു മാർഗം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു കേസില് ഒരാൾക്ക് അനുകൂലമായ ഒരാൾ സാക്ഷ്യം വഹിക്കാൻ വന്നപ്പോ ഈ സാക്ഷിയോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇയാളെ കുറിച്ച് അറിയോന്ന് ചോദിച്ചു. അറിയുന്ന പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയാൾ നിന്റെ അയൽവാസിയാണോ ചോദിച്ചു. അല്ല, അയൽവാസിയല്ല എന്നാണ്. അയാളുമായിട്ട് നീ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ ചോദിച്ചു. അതുമില്ല എന്നാണ്. നീ അയാളുടെ കൂടെ യാത്ര പോയിട്ടുണ്ടോ ചോദിച്ചു. യാത്രയും പോയിട്ടില്ല. എങ്കിലും അയാളെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്നാണ്. അയാളെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ട് നിന്റെ സാക്ഷ്യത്വം സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് മടക്കി വിട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഒരാളെ തിരിച്ചറിയാനുള്ള മാർഗമാണ് ഇത് മൂന്നും. ഇവിടെ മൈസറത്തിന് ഈ ഒരു ദീർഘമായ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധത തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് അവര് ഖദീജ റളിയല്ലാഹു അൻഹയോട് നേർക്കുനേരെ വന്ന് അവതരിപ്പിച്ചു. അപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭർത്താവായി സ്വീകരിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയത്. അവര് തന്റെ ആവശ്യം നേർക്കുനേരെ പറയുകയല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മഹ്ദി വഴി അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം ആരാഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൽ വിരോധമൊന്നും ഇല്ല എന്ന് നബി അറിയിച്ചു. നബിയും നേർക്കുനേരെ പോയി സമ്മതം കൊടുക്കുകയല്ല ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പിതൃവ്യന്മാരോട് വിഷയം അവതരിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ഇഷ്ടപ്പെട്ട കൈക്കലാണ്, അങ്ങനെയല്ല. നബി എന്ത് ചെയ്തു, തന്റെ എളാപ്പാരും മൂത്താപ്പാരോടൊക്കെ വിവരം കൊടുത്തു. അപ്പൊ അവരൊക്കെ അതിൽ ഇടപെട്ട ഒരാളാണ് ഹംസ റളിയല്ലാഹു അൻഹു. നബിയുടെ ഈ വിവാഹത്തിൽ പിന്നെ അന്വേഷണത്തിനൊക്കെ ഏർപ്പെട്ട കാരണവരാണ് നബിയുടെ പിതൃവ്യനായ ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം അതിന്റെ കാർമ്മിന്റെ അന്വേഷണങ്ങൾക്ക് ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹർ കൊടുത്തു. മഹർ കൊടുക്കൽ അന്നുണ്ട്. നമ്മൾ ഇന്ന് നടക്കുന്ന നമ്മുടെ മുസ്ലിം വിവാഹം ഉണ്ടല്ലോ, ഇന്ന് നടക്കുന്ന ഇതേ വിവാഹ രീതി ജാഹിലിയത്തിലുണ്ടായിരുന്നു. അത് ഇസ്ലാം നിലനിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹർ കൊടുത്തു. അപ്പൊ മഹർ അവിടെയും നമ്മൾ ആലോചിക്കുന്ന സംഗതി, ജാഹിലിയ കാലത്ത് പോലെ ഈ സ്ത്രീധനം ചോദിക്കണ പരിപാടിയില്ല കേട്ടോ, ചോദിച്ചില്ലല്ലോ. അപ്പോ ഖദീജ റളിയല്ലാഹു അൻഹയോട് എനിക്ക് ഇത്ര കിട്ടണമെന്ന് പറഞ്ഞിട്ടില്ല. ഹംസ റളിയല്ലാഹു തആല അൻഹു എന്റെ സഹോദരപുത്രനെ ഇത്ര തന്നെങ്കിലേ കല്യാണം നടക്കുള്ളൂ എന്ന് വെച്ചിട്ടില്ല. അങ്ങനൊന്നും ഉണ്ടായില്ല. പൊതുവേ ഈ സ്ത്രീധനം എന്നുള്ളത് അറബികൾക്കൊക്കെ പിന്നെ മനസ്സിലായ സംഗതിയാണെന്ന് പറയുന്നത്. സ്ത്രീധനത്തിന് അവർ പറയുന്ന സംഗതി പേര് അറബിയിൽ സ്ത്രീധനത്തിന് പറയാം മഹറും മഅക്കൂസ് എന്നാണ്. മഹറും മഅക്കൂസ്, മഹർ മഅക്കൂസ് ആണ് തലതിരിഞ്ഞ മഹർ എന്നതിന്റെ അർത്ഥം. സാധാരണ ആണ് അങ്ങോട്ട് കൊടുക്കല്ലേ വേണ്ട, ഇത് പെണ്ണിനേക്ക് ഇങ്ങോട്ട് വാങ്ങുക. അതിന് മഹർ മഅക്കൂസ് പറയും അറബികൾ, തലതിരിഞ്ഞ മഹർ എന്നാ പറയാം. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു തആല അൻഹക്ക് സദാഖ് മഹർ കൊടുത്തത് ഇതാണ്. എത്ര? 500 ദിർഹം. 500 ദിർഹമാണ് മഹർ കൊടുത്തത്. നമ്മളൊക്കെ എത്ര കൊടുത്ത ആലോചിച്ച് നോക്കി. 500 ദിർഹമാണ് മഹർ കൊടുത്തത്. അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാർക്കെല്ലാം മഹർ നൽകിയിട്ടുള്ളത് 12 ഊഖിയ എന്ന് പറയും. ഒരു ഊഖിയ എന്ന് പറയുന്നത് 40 ദിർഹമാണ്. പിന്നെ അതിന്റെ പകുതിയും എന്നാണ്, 40ന്റെ പകുതിയും. അപ്പൊ അങ്ങനെയാണ് 500 എന്ന് പറയുന്നത്. അത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹർ നൽകിയത്. ഈ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്ത് അവർ മരണപ്പെടുന്നതുവരെ, വഫാത്താകുന്നതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതൊരു വിവാഹത്തെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ബാക്കിയുള്ള എല്ലാ വിവാഹങ്ങളും നമുക്കറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു വിവാഹങ്ങളെല്ലാം
ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ശത്രുക്കൾ പറയുന്ന ഒരു സ്ത്രീ ലബഠനായിരുന്നു, ലൈംഗിക രോഗിയായിരുന്നു എന്ന് ശത്രുക്കളുടെ വിമർശനം ഒരു നിലക്കും നിലനിൽക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നബി ഒരുപാട് വിവാഹം കഴിക്കേണ്ടതാണ്. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കൃത്യമായ ചരിത്രത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ഒഴികെ ബാക്കിയുള്ള എല്ലാ മക്കളും ഉണ്ടായത് ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ്. നബിക്ക് 3 ആൺമക്കളും 4 പെൺമക്കളുമാണ് ഉണ്ടായിട്ടുള്ളത്. അതില് ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി ഒഴികെ ബാക്കിയുള്ള എല്ലാ മക്കളും, ഇബ്രാഹിം അല്ലാത്ത മറ്റു മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ പേര് അബ്ദുള്ള എന്നാണ്, മറ്റൊരു കുട്ടിയുടെ പേര് ഖാസിം എന്നാണ്. ഈ അബ്ദുള്ളയെ കുറിച്ച് ത്വാഹിർ ത്വയ്യിബ് എന്ന് പറയാറുണ്ട്. ത്വാഹിർ ത്വയ്യിബ് എന്ന് പറഞ്ഞാല് അത് അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയുടെ 2 വിശേഷണങ്ങളാണ്. അല്ലാതെ ത്വാഹിർ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, ത്വയ്യിബ് എന്ന കുട്ടി ഉണ്ടായിരുന്നു എന്നല്ല. 3 ആൺമക്കളാണ്. ഒന്ന് ഖാസിം, മറ്റൊന്ന് അബ്ദുള്ള, മറ്റൊന്ന് ഇബ്രാഹിം, പിന്നെ 4 പെൺമക്കളും. 4 പെൺമക്കളെ പേര് നമുക്കറിയാലോ. ഒന്ന് ഇവിടെ പറഞ്ഞ അവസാനിപ്പിക്കാം. ആരക്കല്ലേ? 8 ഏതൊക്കെ പെൺമക്കള്? ഒന്ന് ഫാത്തിമ, സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം. അങ്ങനെ സൈനബ് എന്നാണ് ഒരു മോളെ പേര്, മറ്റൊരു പേര് റുഖയ്യ, ഉമ്മു കുൽസൂം. ഈ സൈനബ് എന്ന് പറയുന്ന മകളുടെ ഭർത്താവ് അദ്ദേഹം വളരെ പിൽക്കാലത്താണ് ഇസ്ലാം സ്വീകരിച്ചത്. പിന്നുള്ള 2 പെൺമക്കള്, ബാക്കിയുള്ള 2 പെൺമക്കളെ അഥവാ റുഖയ്യ, ഉമ്മു കുൽസൂം, ഇവരെ 2 പേരെയും നേരത്തെ അബൂലഹബിന്റെ 2 മക്കൾ കല്യാണം കഴിച്ചിരുന്നു. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി, വഹിയൊക്കെ കിട്ടിയപ്പോ അബൂലഹബ് മക്കളെ കൊണ്ട് എന്ത് ചെയ്തു? ത്വലാഖ് ലഭിച്ചു. മുഹമ്മദിന്റെ മരുമക്കളായിട്ട് നിങ്ങൾ കഴിയണ്ടെന്നിട്ട് ത്വലാഖ് ലഭിച്ചു. പിന്നെ പിൽക്കാലത്ത് റുഖയ്യ, ഉമ്മു കുൽസൂം എന്ന് പറയുന്ന ഈ 2 പെൺമക്കളെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. ഒരു ഭാര്യ മരിച്ചപ്പോൾ അടുത്ത മകളെ, ഒരു കുട്ടി മരിച്ചപ്പോൾ അടുത്ത മകളെ വിവാഹം ചെയ്തു കൊടുത്തു. 2 ഒരേ സമയം പാടില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പിന്നെ വിവാഹം ചെയ്തത് നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹുവാണ്. ഇതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോ ആകെ ജീവിച്ചിരിപ്പുള്ളത് ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ്. തന്റെ ജീവിതകാലത്ത് തന്നെ 7 മക്കളിൽ 6 പേര് മരിച്ചു പോവുക. അത് അത്രയൊക്കെ എന്റെ കടുത്ത പ്രയാസമാണ്. ഓരോന്നിങ്ങനെ ആൺകുട്ടികൾ അതിചെറുപ്പത്തിൽ മരിച്ചു പോകും. ഈ ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടിയൊക്കെ 18 മാസമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആൺമക്കളൊക്കെ അതിവേഗം മരിച്ചു പോകുന്നു. പെൺമക്കളൊക്കെ 3 പെൺമക്കളും സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസൂം, ഈ 3 പെൺമക്കളും നബിയുടെ ജീവിതകാലത്ത് തന്നെ മരിച്ചുപോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് നബി വഫാത്താകുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഏക മകൾ. നബി മരിച്ച് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവരും മരിച്ചുപോയി. അപ്പോ ഒരു പ്രവാചകന് ഉണ്ടാകുന്ന ഏറ്റവും കടുത്ത അത് പ്രവാചകന്മാരുടെ അവസ്ഥ അങ്ങനെയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത പരീക്ഷണം നേരിടുന്നത് പ്രവാചകന്മാരാണ്. അത് ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ഇവിടെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ചരിത്ര പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കഅബയുടെ പുനർനിർമ്മാണമാണ്. കഅബ പുനർനിർമ്മിക്കാൻ നമ്മൾ പറഞ്ഞ പെട്ടെന്ന് അവസാനിപ്പിക്കാം. കഅബയുടെ പുനർനിർമ്മാണം, കഅബ ഇങ്ങനെ മലവെള്ളപ്പാച്ചിലും മറ്റുമൊക്കെയായി കഅബയുടെ പല ചുമരുകളൊക്കെ തകർന്നു പോയപ്പോ കഅബ പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു.
കഅബ പുനർനിർമ്മാണത്തിന് അവർ തീരുമാനിച്ചപ്പോ അത് പൊളിക്കണല്ലോ, പൊളിച്ചിട്ട് പിന്നെ പണിയാനാ തീരുമാനം. അപ്പൊ അവർക്കത് പൊളിക്കാൻ പേടി. കഅബയോട് അങ്ങേറ്റത്ത് ആദരവുണ്ട് അവർക്ക്. പൊളിച്ച വല്ല മുസീബത്തുണ്ടാകുമോ എന്ന് പേടി അവർക്ക്. അപ്പൊ ആർക്കും ധൈര്യം വരുന്നില്ല കഅബ പൊളിക്കാൻ. കഅബ നന്നാക്കാൻ വേണ്ടി പൊളിക്കണാണ്. അപ്പൊ പുനർനിർമ്മിക്കാൻ വേണ്ടി പൊളിക്കാൻ വരെ അവർക്ക് പേടി. കാരണം അള്ളാന്റെ ഭവനാണ്, ഇത് പൊളിച്ചു കഴിഞ്ഞാല് അള്ളാന്റെ വല്ല ശിക്ഷയും വരുമോന്നാ പേടിക്കണത്. കഅബ പുനർനിർമ്മിക്കാനായി പൊളിക്കാൻ ആദ്യമായി അതിനെ ഒരുമ്പിട്ട് അതിന്റെ ധൈര്യസമേതം രംഗത്ത് വന്ന ആള് അൽ വലീദ് ബിനുൽ മുഗീറ എന്ന് പറഞ്ഞ ആളാണ്. അൽ വലീദ് ബിൻ മുഗീറ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹമാണ് ഇതിന്റെ പുനർനിർമ്മാണാവശ്യാർത്ഥം അത് പൊളിക്കാൻ തയ്യാറായത്. അങ്ങനെ അദ്ദേഹം പിക്കാസ് എടുത്തിട്ട് പൊളിക്കുമ്പോ അയാൾ പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചവനെ ഞാൻ വേണ്ടാത്ത കാര്യമൊന്നല്ല, അള്ളാഹുമാരുടെ പ്രാർത്ഥന തുടങ്ങണം. അള്ളാഹുവേ ഞങ്ങൾ വേണ്ടാത്ത കാര്യമൊന്നല്ല ചെയ്യുന്നത്, ഞങ്ങൾ ഖൈർ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അള്ളാഹുവേ എന്നാണ്. അവിടെ അള്ളാഹു വിശ്വാസം ഉണ്ടായെന്ന് അർത്ഥം. നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചയാണ്, മക്ക മുശ്രിക്കുകൾക്ക് അള്ളാഹു വിശ്വാസം ഉണ്ടോ ഇല്ലേ. ഈ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ അല്ലാഹുമ്മ ലം നുസിഗ വലാ നുരീദു ഇല്ലൽ ഖൈർ. അള്ളാഹുവെ ഞങ്ങൾ വേണ്ടാത്ത കാര്യം നല്ല ചെയ്യുന്നത്, ഞങ്ങൾ ഖൈർ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഖൈർ എന്താ? ഈ കഅബ ഭദ്രമായി പണിയണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ പിന്നെ കഅബയുടെ അതിന്റെ 2 കോർണറിൽ നിന്നാണ് ആദ്യം പൊളി തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ പണി തുടങ്ങിയിട്ട് കുറച്ച് പൊളിച്ചിട്ടിട്ട് അവർ പറഞ്ഞു, ഇനി നമുക്ക് കുറച്ച് ഒന്ന് പണി നിർത്തി വെക്കുക, കാരണം അള്ളാന്റെ വല്ല അദാബും വരുന്നുണ്ടോ നോക്കിയിട്ട് മതി. ഇനി ഒരു പരീക്ഷണം വരും, പൊളിച്ചതുകൊണ്ട് വല്ല അദാബും വരുന്നുണ്ടോ നോക്കുക. വല്ല പരീക്ഷണം അദാബ് നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ അതിന്റെ പൗരാണിക അവസ്ഥയെ തന്നെ നിലനിർത്താം. അതല്ല, പരീക്ഷണമൊന്നും വരുന്നില്ലെങ്കിൽ അള്ളാഹുവിനത് തൃപ്തിയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് പണി തുടരാം എന്ന് പറയാ ചെയ്തത്. പിന്നെയാണ് അതിന്റെ നിർമ്മാണം തുടങ്ങുന്നത്. അപ്പൊ അവർക്ക് എത്ര കണ്ട് അതിനോട് ആദരവുണ്ടായിരുന്നു എന്നും അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു എന്നൊക്കെ അതിൽ കിട്ടും. അപ്പൊ ഇതാണ് നമുക്കിനി അടുത്ത ചരിത്ര പഠനത്തിൽ പഠിക്കാനുള്ളത്. കുറെ പാഠങ്ങൾ പഠിക്കേണ്ട കുറെ വശങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.